തൃശൂർ കേച്ചേരിയിൽ ബസ് പുഴയിലേക്ക് വീണെന്ന വ്യാജ സന്ദേശം. 6ഓളം ആംബുലൻസുകളാണ് അതിവേഗം സ്ഥലത്ത് എത്തിച്ചേർന്നത്. എന്നാൽ അപകടം നടന്നിട്ടില്ലെന്ന് അറിഞ്ഞതോടെ പോലീസിൽ പരാതി നൽകുമെന്ന് ആംബുലൻസ് പ്രവർത്തകർ പറഞ്ഞു. എന്തുതന്നെയായാലും വളരെയധികം ഖേദകരമായൊരു വിഷയം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെയും കൃത്യമായി ദുരുപയോഗം ചെയ്യുന്ന തരത്തിലേക്കൊരു സാഹചര്യം മാറുന്നു. കൃത്യമായി ഒരുപക്ഷെ ഈ ഒരു വ്യാജ സന്ദേശം നൽകിയ ഒരു ആളിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാകണമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മനോജ ചേരുന്നുണ്ട്. മനോജ, നിലവിൽ എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ? വിഷ്ണു, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഈ വ്യാജ സന്ദേശം വ്യാപകമായി പ്രചരിച്ചത്. ഇതിൽ തന്നെ ആംബുലൻസ് ഡ്രൈവർമാർ, അതുപോലെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്കാണ് ഈ ഫോൺ വഴി വ്യാജ സന്ദേശം എത്തിയത്. കേച്ചേരി പുഴയിൽ ബസ് മറിഞ്ഞ് നിരവധി പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ഇത്തരത്തിൽ വിവരം ലഭിച്ചത്. വിവരമറിഞ്ഞ ഉടൻ തന്നെ കുന്നംകുളത്ത് നിന്ന് ഉൾപ്പെടെ 6ഓളം ആംബുലൻസുകളാണ് സ്ഥലത്തേക്ക് എത്തിയത്. സ്ഥലത്തെത്തിയപ്പോഴാണ് യാതൊരു അപകടവും അവിടെ നടന്നിട്ടില്ല എന്ന് ആംബുലൻസ് ഡ്രൈവർമാർ മനസ്സിലാക്കിയത്. ഇതിൽ തന്നെ കുന്നംകുളത്ത് നിന്നുള്ള നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ്, സ്വകാര്യ ആശുപത്രിയുടെ ആംബുലൻസ്, ഷെയർ ആൻഡ് കെയർ ആംബുലൻസ്, അങ്ങനെ ഏകദേശം നിരവധി ആംബുലൻസുകൾ അവിടേക്ക് എത്തിയിരുന്നു. അവിടെ എത്തിയ സമയത്ത് ഇത്തരം വ്യാജ സന്ദേശമാണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ അവിടെയുള്ള നാട്ടുകാരുമായി സംസാരിച്ചു. തുടർന്നാണ് ഇവർക്കെതിരെ, അതായത് സന്ദേശം അയച്ചവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. കുന്നംകുളം പോലീസിലാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം വ്യാജ സന്ദേശങ്ങൾ അയച്ചുകൊണ്ട് ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു, അതായത് അത്യാവശ്യം വേണ്ട സേവനങ്ങളാണ്, ആംബുലൻസ് ആയാലും ഫയർഫോഴ്സ് ആയാലും ഇങ്ങനെയുള്ള സേവനങ്ങളെയൊക്കെ ദുരുപയോഗം ചെയ്യുന്ന ഒരു നടപടിയാണ് അത്. എന്തായാലും ഈ ഒരു വ്യാജ സന്ദേശത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് ഇത്തരത്തിൽ സന്ദേശം നൽകിയതെന്നും എന്തിനു വേണ്ടിയിട്ടായിരുന്നുവെന്നും ഇപ്പോൾ അന്വേഷിച്ചു വരുന്നുണ്ട്. വിഷ്ണു, യെസ്, വ്യക്തമാണ്. തൃശൂർ കേച്ചേരിയിൽ ബസ് പുഴയിലേക്ക് വീണെന്ന വ്യാജ സന്ദേശം, ഇതോടെ 6ഓളം ആംബുലൻസുകളാണ് അതിവേഗം സ്ഥലത്തെത്തിയത്. എന്നാൽ അപകടം നടന്നിട്ടില്ല എന്ന് അറിഞ്ഞതോടെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ആംബുലൻസ് പ്രവർത്തകർ. എന്തുതന്നെയാലും വിഷയത്തിൽ പോലീസും കൃത്യമായുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.